യേശുവേ ശുഭ്രമാമോദയ നക്ഷത്രം നീ ആദ്യനും അന്ത്യനും നീ യേശുവേ ശുഭ്രമാമോദയ നക്ഷത്രം നീ ആശ്രയിക്കും ഞങ്ങൾ ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ ആശ്രയിക്കും ഞങ്ങൾ ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ അരുളണമേ നിൻ വചനം ധ്യാനമോടെ ഞങ്ങൾ കാത്തിരിപ്പൂ അരുളണമേ നിൻ വചനം ധ്യാനമോടെ ഞങ്ങൾ കാത്തിരിപ്പൂ അർപ്പണം ചെയ്യുന്നു നിൻ പാദത്തിൽ വെളിച്ചം ഞങ്ങൾക്ക് നിൻ മൊഴികൾ അർപ്പണം ചെയ്യുന്നു നിൻ പാദത്തിൽ വെളിച്ചം ഞങ്ങൾക്ക് നിൻ മൊഴികൾ ആശ്രയിക്കും ഞങ്ങൾ ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ ആശ്രയിക്കും ഞങ്ങൾ ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ ദുരിതക്കടലിൽ അലയും ജനതയ്ക്കും ആലംബഹീനർ അശരണക്കും ദുരിതക്കടലിൽ അലയും ജനതയ്ക്കും ആലംബഹീനർ അശരണക്കും ആയിരം പൂക്കൾ വിരിക്കും നാഥനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിരം പൂക്കൾ വിരിക്കും നാഥനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആശ്രയിക്കും ഞങ്ങൾ ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ ആശ്രയിക്കും ഞങ്ങൾ ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. മീഡിയ മിഷൻ ഒരുക്കുന്ന യേശു ക്രിസ്തു ശുഭ്രമായ ഉദയ നക്ഷത്രം ജീസസ് ക്രൈസ്റ്റ് ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നുള്ള ദൈവ വചന പഠനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത്യുന്നതനായ ദൈവം യേശു ക്രിസ്തുവിൽ വളരെ സമ്പന്നമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമസ്ഥരായി തീരുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ വളരെ മനോഹരമായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടു കഴിഞ്ഞു. സത്യ വെളിച്ചമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നും എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം യേശു ക്രിസ്തു ആണ് എന്നും നാം കണ്ടു കഴിഞ്ഞു. യോഹന്നാൻ തൻ്റെ രചനയുടെ
ഉദ്ദേശം തന്നെ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. സുവിശേഷ രചനയുടെ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം മനോഹരമായി കുറിച്ചു വച്ചതിൻ്റെ ലക്ഷ്യം എഴുത്തുകാരൻ സുവിശേഷകൻ ഇവിടെ പറയുകയാണ്. ഇത് വായിക്കുന്നവർക്ക് ദൈവപുത്രനായ ക്രിസ്തു അവൻ തന്നെ രക്ഷകനെന്ന്, അവൻ നമ്മുടെ എല്ലാവരുടെയും ആശ്വാസ കേന്ദ്രമെന്ന്, പാപങ്ങൾ ക്ഷമിക്കുന്നവനെന്ന്, ജീവൻ നൽകുന്നവനെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഇത് എഴുതി വച്ചിരിക്കുകയാണ്. വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്ന വചനമാണ്. അത് വായിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷമുണ്ടാകുകയാണ്. സ്നേഹിതരെ, അല്പ നിമിഷങ്ങൾ നിങ്ങൾ ഈ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ നൽകുന്ന വചനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ നല്ല വചനങ്ങൾ നാം കേൾക്കരുത് എന്ന് പിശാചിന് ആഗ്രഹമുണ്ട്. കാരണം അവൻ ഒരു കുടുംബത്തെ തകർക്കുന്നവനാണ്, അറക്കുന്നവനാണ്, മുടിക്കുന്നവനാണ്, നമ്മെ ഇല്ലാതാക്കുന്നവനാണ്. എന്നാൽ യേശു അവൻ സമൃദ്ധിയായ ജീവൻ നൽകുന്നവനാണ്. സമൃദ്ധിയായ ജീവൻ നൽകുന്ന യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, ഈ വചനങ്ങളെ ശ്രദ്ധിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ ഒരിക്കൽ കൂടെ ഹൃദയംഗമായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. യോഹന്നാൻ ആ യേശു ക്രിസ്തുവിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന വിധം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, യോഹന്നാൻ സ്നാപകൻ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കാണുകയാണ്. അവൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന് പറയുവാനുള്ളത് ഓരോ വ്യക്തികളിലൂടെ യോഹന്നാൻ പറയുകയാണ്. ആദ്യമേ താൻ പറയുന്നത് യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. ശ്രദ്ധിക്കണമേ, സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാൻ സ്നാപകൻ എന്ന വ്യക്തിയിലൂടെ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. എന്താ യോഹന്നാൻ സ്നാപകന് പറയുന്നത്? യേശുവിനെ കണ്ടിട്ട് അവൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ജീസസ് ക്രൈസ്റ്റ് ആസ് ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ക്രിസ്തു എന്നുള്ള മനോഹരമായ ഒരു വാക്ക്, ഒരു പരിചയക്കുറിപ്പ് യോഹന്നാൻ ഇവിടെ വിളിച്ചു പറയുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. യെശയ്യാ പ്രവാചകനിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നിലൂടെയുള്ള പ്രവചനത്തിൽ ഈ വാക്യങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ പറയുന്ന ഈ വാക്കുകൾ എത്രയോ നാളുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് മുൻപേ ഉള്ള പ്രവചന സൂക്തമായി പറഞ്ഞു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്നെത്താൻ താഴ്ത്തി, അവൻ വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. യേശുക്രിസ്തു അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന
ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ് എന്നുള്ള ഈ പ്രയോഗവും നിങ്ങൾ ശ്രദ്ധിക്കുക. സത്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുകയും ചെയ്തപ്പോൾ ലോകത്തിൻ്റെ സകല പാപവും അവൻ ഏറ്റുവാങ്ങിയായിരുന്നു. അറപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ 33.5 തിരുവയസ്സിൽ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇപ്പോൾ ഉയരത്തിൽ പിതാവാം ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്തുണ്ട്. താമസമിന അവൻ മടങ്ങി വരും എന്ന് നാം അറിയുകയും വേണം. പ്രിയരെ, യേശു ആരാണ്? അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. എന്നാൽ ലോകം പാപത്തിൻ്റെ വഴിയിൽ ആയിരുന്നു. ദുഷ്ടപിശാച് അവൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നവനാണ്. ദുഷ്ടപിശാച് നൽകുന്ന ചിന്തകൾ പാപത്തിൻ്റെ ചിന്തകളാണ്. നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ് പാപം. പാപം എന്ന് പറയുന്നത് നമ്മുടെ നല്ല പെരുമാറ്റം, നല്ല ജീവിതശൈലി, നല്ല ചിന്തകൾ, നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാടുകൾ എല്ലാത്തിനെയും തകർത്ത് കളയുന്നതാണ് പാപം. ലോകം മുഴുവൻ പാപം നിറഞ്ഞിരിക്കുകയാണ്, തെറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. തെറ്റായ വഴിയിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര അതിക്രമത്തിൻ്റെ, തിന്മയുടെ വാർത്തകളാണ് നാം ഓരോ ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം പോലും കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത തകർച്ചയുടെ വാർത്തകൾ, ആക്രമണത്തിൻ്റെ, പീഡനത്തിൻ്റെ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വഴി അത് ഇരുൾ നിറഞ്ഞതാകുമ്പോൾ, അത് പാപത്തിൻ്റെ വഴിയാകുമ്പോൾ മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്ന, കൊല്ലുന്ന, കൊന്നൊടുക്കുന്ന, പീഡിപ്പിക്കുന്ന, അച്ഛനെയും അമ്മയെയും ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും തിരിച്ചറിയുവാൻ കഴിയാത്ത 21-ാം നൂറ്റാണ്ടിൽ, പാപത്തിൻ്റെ നൂറ്റാണ്ടിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പുതുജീവൻ ലഭ്യമാകുന്നു. ജീവന്റെ പുതുക്കത്തിൽ നടത്തപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ മരിച്ചു. പാപ പരിഹാരത്തിന് വേണ്ടി പാപം ചെയ്തിട്ടില്ലാത്ത ക്രിസ്തു, അതെ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ അർത്ഥത്തിലാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. മരുഭൂമിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുന്ന ശബ്ദമായ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നു, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പോൾ യേശു അവൻ അനന്യനായ ദൈവമാണ്, ആദ്യവും അന്ത്യവും ഇല്ലാത്ത ദൈവമാണ്, അവൻ നിത്യനാണ്, അവൻ ഏകനായ ദൈവമാണ്, അവൻ സത്യം ദൈവമാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ ആണ്, അവൻ എനിക്ക് മുമ്പനായി തീർന്നിരിക്കുന്നു. അവനെ കാണിച്ചു കൊടുക്കുക, അവൻ്റെ മുന്നോടിയായി മരുഭൂമിയിൽ വിളിച്ചു പറയുക എന്നുള്ള ഒരു ശബ്ദമായി മാത്രമേ ഞാനുള്ളൂ. എന്നാൽ അവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. പ്രിയരെ, ഈ യേശുവിനെ നാം അറിയേണ്ടത്, അവിടുന്ന് വലിയ ദൈവമാണ്, അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണ്, അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമാണ്. യേശുക്രിസ്തു അവൻ സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ്. സകലത്തിന് മേലും രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു. അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇത് യോഹന്നാൻ സ്നാപകൻ അറിയുകയും അവനത് വിളിച്ചു പറയുകയും ചെയ്തു. യേശുവിനെ കണ്ടപ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. സ്നേഹിതരെ, യോഹന്നാന് ഇപ്പോൾ പറയുവാനുള്ളത് യേശുവിനെ കുറിച്ച് മാത്രമാണ്, പരിചയപ്പെടുത്തുവാനുള്ളത് യേശുവിനെ കുറിച്ച് മാത്രമാണ്. 2 ശിഷ്യന്മാർ തൻ്റെ അരികെ നിൽക്കുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് താൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്.
അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ തൻ്റെ അടുക്കൽ വന്നവരെ അവൻ യേശുവിൻ്റെ അരികിലേക്ക് വിട്ടു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. യോഹന്നാന്റെ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ്. യോഹന്നാന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. യേശുവിന് വേണ്ടി വഴിയൊരുക്കുക, മരുഭൂമിയിലെ ശബ്ദമായി തീരുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കായി മാറുക, തൻ്റെ അരികെ വരുന്നവരെ യേശുവിൻ്റെ അരികിലേക്ക് അയക്കുക. ഇവിടെ തൻ്റെ 2 ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്താ സംഭവിച്ചത്? യോഹന്നാന്റെ കൂടെ നിന്നിരുന്ന 2 ശിഷ്യന്മാരും ഇപ്പോൾ അവൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ പോകുകയാണ്. ഞാൻ ഈ ഭാഗം വായിച്ചു വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യോഹന്നാനെ, ഇനി നിന്റെ കൂടെ ആരും ഇല്ലയോ? യോഹന്നാന് പരിഭവങ്ങളില്ല, യോഹന്നാന് പ്രശ്നങ്ങളില്ല. അവന്റെ ജീവിതത്തെ ലക്ഷ്യം ഈ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന സത്യ വെളിച്ചത്തിലേക്ക് തൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ വഴികാട്ടി കൊടുക്കുക എന്നുള്ളതാണ് യോഹന്നാന്റെ ജീവിത ലക്ഷ്യം. സ്നേഹിത, എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വരുന്നവർ അവർ യേശുവിനെ അറിയട്ടെ. എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വരുന്നവർ, സംസാരിക്കുന്നവർ ആ പ്രകാശം അനുഭവിക്കട്ടെ. യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചതായി നാം വായിക്കുന്നു. അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചു, യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചു. വീണ്ടും അന്ത്രയോസിന്റെ സഹോദരനായ ശിമോൻ പത്രോസ് അവൻ യേശുവിനെ അനുഗമിച്ചു. വീണ്ടും നാം വായിച്ചു വരുമ്പോൾ ഫിലിപ്പോസ് യേശുവിനെ അനുഗമിച്ചു. അതിന്റെ 43-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശുവിനെ ആഗ്രഹിച്ചിരുന്ന, യേശുവിനെ കാത്തിരുന്ന, യഹൂദ മതത്തിൽ മശിഹായിക്ക് വേണ്ടി, രക്ഷിതാവിന് വേണ്ടി കാത്തിരുന്നവർ ഇപ്പോൾ യേശുവിനെ അറിയുകയാണ്. ആ സത്യ വെളിച്ചത്തിന് പിന്നാലെ അവൻ പോകുകയാണ്. സ്നേഹിത, ഫിലിപ്പോസ് പറയുന്ന വളരെ മനോഹരമായൊരു വാക്കുണ്ട്. അതിന്റെ 44 മുതലുള്ള വാക്യങ്ങളിൽ, ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫിലിപ്പോസിന് പങ്കുവയ്ക്കുവാൻ ഒരു പുതിയ സന്ദേശമുണ്ട്. ഇതുവരെ കാത്തിരുന്ന മശിഹ, ഇതുവരെ കാത്തിരുന്ന രക്ഷകൻ അവനെ കണ്ടെത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് തന്റെ സ്നേഹിതനായ നഥനയേലിനോട് പറയുന്നു, നമ്മൾ ഇതുവരെ അന്വേഷിച്ച, ന്യായപ്രമാണത്തിൽ വായിച്ച, മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറയുകയാണ്. പ്രിയരെ, ഫിലിപ്പോസിന് ഇപ്പോൾ പങ്കുവയ്ക്കുവാൻ യേശുവിനെ കുറിച്ച് മാത്രമാണ്. ജീവിതത്തിലെ ദീർഘനാളത്തെ അന്വേഷണമായിരുന്നു യേശുവിനെ കണ്ടെത്തുക, സത്യ വെളിച്ചത്തെ കണ്ടെത്തുക, ജീവന്റെ വെളിച്ചമായ ദൈവത്തിനെ കണ്ടെത്തുക എന്നുള്ളത് ഫിലിപ്പോസിന്റെ ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു. നാം ഇത് വായിച്ചു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, ഫിലിപ്പോസും നഥനയേലും മുൻപൊക്കെ കാണുമ്പോൾ പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമായിരുന്നില്ല. അവരുടെ അന്വേഷണം മോശ പറഞ്ഞ, പ്രവാചകന്മാർ പറഞ്ഞ, ന്യായപ്രമാണം പറഞ്ഞ മശിഹയെ, യേശുവിനെ എന്ന് കണ്ടെത്തും എന്നുള്ള അന്വേഷണമായിരുന്നു അവർ പങ്കുവെച്ചത്. ഇപ്പോൾ ആ ഫിലിപ്പോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ പുത്രനായ, പ്രകാശമായ, മശിഹായ, ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിനെ കണ്ടു കഴിഞ്ഞു. അത് തന്നെയാണ്, ആ സന്തോഷമാണ് നഥനയേലിനോട് ഫിലിപ്പോസ് പങ്കുവെക്കുന്നത്. പ്രിയരെ, ഇതും നമ്മുടെ ജീവിതത്തിന് വളരെ മനോഹരമായ ഒരു മാതൃകയാണ്. നാം എന്താണ് പങ്കുവയ്ക്കുന്നത്? മറ്റുള്ളവരോട് നമ്മൾ പങ്കുവയ്ക്കുന്ന ജീവിത സന്ദേശം എന്താണ്? ചിലരുടെ കൂടെ ഇരുന്നാൽ നാം നിരാശരായിത്തീരും. കാരണം അവർ പറയുന്നത് നിരാശയുടെ വാക്കുകളാണ്. ചിലരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ വേദനകൾ വർദ്ധിക്കപ്പെടും. കാരണം വേദന നൽകുന്ന വാർത്തകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. നമ്മൾ കാണുന്ന നവമാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന തിന്മയുടെ വാർത്തകൾ, ഏറ്റവും തകർച്ചയുടെ, അപകടങ്ങളുടെ, മരണങ്ങളുടെ, ആത്മഹത്യകളുടെ, പീഡനങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ മനുഷ്യനിൽ ആശങ്കയാണ് വർദ്ധിക്കുന്നത്. പലരും ആശങ്കയുടെ, വേദനയുടെ, കഷ്ടതയുടെ, നിരാശയുടെ വാക്കുകളും വർത്തമാനങ്ങളും പങ്കുവയ്ക്കുമ്പോൾ
നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഒരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ വചനങ്ങൾ ഉണ്ടാകേണ്ടതില്ലേ? ഉണ്ടാകണമെങ്കിൽ നാം യേശുവിനെ കണ്ടെത്തണം. യേശുവിനെ കണ്ടെത്തുന്നവർക്ക് അവർക്ക് നിരാശയില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് പങ്കുവയ്ക്കുവാൻ ഒരു പുതിയ സന്തോഷമുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ ഉയരത്തിൽ പിതാവാം ദൈവത്തിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ഇനി താമസമിന തന്നെ സ്നേഹിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രത്യക്ഷനാകുകയും ചെയ്യുവാൻ പോകുന്ന യേശുവിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത, ഗുഡ് ന്യൂസ്, സുവിശേഷം, ആ സന്തോഷ വാർത്ത അത് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ലോകത്ത് എപ്പോഴും ഏറ്റവും അധികം അറിയപ്പെടേണ്ട, കുടുംബങ്ങളെ പണിയുന്ന, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശം മറ്റൊന്നുമല്ല, യേശുവിൻ്റെ സന്ദേശമാണ്. അതുതന്നെയാണ് ഫിലിപ്പോസ് നഥനയേലിനോട് പങ്കുവയ്ക്കുന്നത്. ആ യേശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ. ഞാൻ ഈ വചനങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനം അന്വേഷിക്കുന്ന ഒരുപാട് പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹിത, പലതവണ എവിടെ സമാധാനം കിട്ടും, എവിടെ സന്തോഷം ലഭ്യമാകും എന്ന് നീ ചോദിച്ച് അലഞ്ഞ നിമിഷങ്ങളുണ്ട്. സമാധാനത്തിന് വേണ്ടി പല സ്ഥലങ്ങൾ നീ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതം വീണ്ടും അസ്വസ്ഥമായതല്ലേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഈ സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട വാർത്ത, ആനന്ദിക്കേണ്ട വാർത്ത, സന്തോഷപൂർണനായ ക്രിസ്തു, സ്നേഹ പരിപൂർണനായ ക്രിസ്തു, നിങ്ങൾ അന്വേഷിക്കുന്ന യഥാർത്ഥ സത്യ വെളിച്ചം, ആ വെളിച്ചത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയേണ്ട ആ മനോഹരമായ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ മറ്റൊരു സന്ദേശമില്ല. പൗലോസ് പറയുന്ന പോലെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുവിന്റെ ക്രൂശാണ് ഞങ്ങളുടെ പ്രശംസ. ക്രൂശ് ഇതുവരെ മരണത്തിന്റെ, ശാപത്തിന്റെ സന്ദേശമായിരുന്നുവെങ്കിൽ, ക്രൂശിൽ മരിക്കുന്നവർ ശപിക്കപ്പെട്ടവർ ആയിരുന്നുവെങ്കിൽ, ഇപ്പോൾ ക്രൂശിന്റെ സന്ദേശം മാറിയിരിക്കുകയാണ്. കാരണം സത്യ വെളിച്ചമായ യേശു ക്രിസ്തു മാനവകുലത്തിന് മോചനം നൽകുവാൻ ആ ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ക്രൂശിൽ മരിച്ച ആയിരക്കണക്കിന് ആളുകൾ കാണാം. ആയിരക്കണക്കിന് കുറ്റവാളികൾ, ക്രിമിനൽസ് ക്രൂശിൽ മരിച്ചിരിക്കാം. അവരുടെ പേരുകൾ ലോകത്തിന് അറിയത്തില്ല. ക്രൂശിൽ മരിച്ചവരുടെ ജീവചരിത്രം വായിക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ക്രൂശിന്റെ സന്ദേശം അത് ശാപത്തിന്റെ സന്ദേശമാണ്. ക്രൂശിന്റെ ആ ചിഹ്നം അത് മരണത്തിന്റെ ഭയാനകമായ ചിഹ്നമാണ്. എത്രയോ കുറ്റവാളികൾ അലറി നിലവിളിച്ച് പ്രാണനെ വിട്ട ആ ക്രൂശ്, അതിനെ അനുഗ്രഹത്തിന്റെ സന്ദേശമാക്കി മാറ്റിയത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴാണ്. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മുതൽ ക്രൂശിന് ഒരു പുതിയ സന്ദേശമായി, ക്രൂശിന് ഒരു പുതിയ സന്ദേശം ആളുകളോട് പങ്കുവയ്ക്കുവാൻ, സമൂഹത്തോട് പങ്കുവയ്ക്കുവാനുണ്ട്. അതാണ് പൗലോസ് പങ്കുവയ്ക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശാപത്തിന്റെ ക്രൂശ് ഇവിടെ അനുഗ്രഹത്തിന്റെ ക്രൂശായി മാറി. ശിക്ഷയുടെ ക്രൂശ് ഇവിടെ രക്ഷയുടെ ക്രൂശായി മാറി. അതേ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശിന് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ശാപമായ, നിരാശയായ, വേദനയായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ക്രൂശിനെ മാറ്റിയ, ക്രൂശിന്റെ സന്ദേശത്തെ മാറ്റിയ, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ കഴിയും. ക്രൂശിൽ മരിച്ചതിലൂടെ, ക്രൂശ് ജീവിതത്തിലൂടെ ഒരു പുതിയ സന്ദേശം നൽകിയ യേശു ക്രിസ്തുവിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നതിന് ഞാൻ സാക്ഷിയാണ്. എന്നെ പോലെ 10,000 വിശുദ്ധന്മാർ അതിന് സാക്ഷിയാണ്. ക്രൂശിന്റെ അരികിലേക്ക് വാ, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാം. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം അവൻ തരും. നാം എപ്പോഴും അറിയേണ്ട, എപ്പോഴും കാത്തിരിക്കേണ്ട, എപ്പോഴും ആഗ്രഹിക്കേണ്ട നാമം, സന്ദേശം, അത് യേശുവിന്റെ നാമമാണ്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. പ്രിയരെ, ഒരു പ്രാവശ്യം കൂടെ ഈ ആയുസ്സിൽ ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. എന്റെയും നിങ്ങളുടെയും ആയുസ് എത്രയെന്ന് ആർക്കും അറിയുകയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു ഉറപ്പായിരിക്കണം. മരണമുണ്ടാകട്ടെ, എനിക്ക് ഭയമില്ല. യേശു ക്രിസ്തു മടങ്ങി വരട്ടെ, ഞാൻ അവന്റെ കൂടെ ആയിരിക്കും. ഞാൻ മരിച്ചാലും അവനോട് കൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഒന്നേയുള്ളൂ രക്ഷാമാർഗം. അതൊന്നു മാത്രമേ ഉള്ളൂ. അത് കാൽവരിനാഥൻ ക്രിസ്തുവാണ്. ഇന്ന് നീ മരിച്ചാൽ
നിന്റെ വിധി എവിടെയാണ്? എവിടെയാണ് നീ പോകുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഒരു ധൈര്യമുണ്ട്, ഒരു ഉറപ്പുണ്ട്. എനിക്ക് മരണത്തെ അതിജീവിക്കുവാൻ കഴിയും. എങ്ങനെ? യേശു, അവൻ ഏകജാതനായ ക്രിസ്തു ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നേറ്റതുപോലെ യേശു മരണത്തെ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ എൻ്റെ മരണത്തിന് അപ്പുറത്തും ഒരു ജീവിതം ഉണ്ട് എന്നുള്ള സന്ദേശം അത് ക്രിസ്തുവിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ധൈര്യമായി ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വാ, യേശുവിന്റെ അരികിലേക്ക് വാ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ അടുക്കിലേക്ക് വാ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. യേശുവിനെ ഒരിക്കൽ കൂടെ അറിയുവാൻ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അടുത്ത് അറിയുവാൻ, അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ലഭ്യമായ ഈ നിമിഷങ്ങൾക്കായി സ്തോത്രം. പിതാവേ, വചനം കേട്ട ഈ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്, ഭാരങ്ങൾ സഹിക്കുന്നവരുണ്ട്, കഷ്ടതയിലൂടെ പോകുന്നവരുണ്ട്. നാഥ, അങ്ങ് നൽകുന്ന നിയോഗത്തിൽ ഈ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു അവർക്ക് രൂപാന്തരം കൊടുക്കുമാറാകണമേ. അവരെ ഗ്രസിച്ചിരിക്കുന്ന എല്ലാ പാപത്തിന്റെ ശാപത്തിന്റെ ശക്തികളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങ് നൽകുന്ന നിയോഗത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ആനന്ദം പ്രാപിക്കട്ടെ, അവർ കുടുംബം സന്തോഷപൂർണ്ണമായി തീരട്ടെ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ അവർ ഇപ്പോൾ പങ്കുവെക്കുന്നുവെങ്കിൽ യേശുനാഥ, അങ്ങ് അവരെ വിടുവിച്ചിരിക്കുക. സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. മീഡിയ മിഷന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഉയരത്തിലെ ദൈവം സകലവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. നന്ദി. ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർ വി പി ഫിലിപ്പ് എഴുതിയ പുസ്തകങ്ങൾക്ക് സന്ദർശിക്കുക മീഡിയ മിഷൻ പാസ്റ്ററൽ റിസോഴ്സ് സെന്റർ, കുമ്പനാട്. കോൺടാക്ട് നമ്പർ 9446346360.